ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ IED ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. തീവ്രവാദത്തിനെതിരായ അടുത്ത തലമുറ സുരക്ഷാ കവചമായി ഇത് മാറുമെന്നും വരും ദിവസങ്ങളിൽ രാജ്യത്ത് നടക്കുന്ന എല്ലാത്തരം തീവ്രവാദ സംഭവങ്ങളും അന്വേഷിക്കുന്നതിനും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തെ 3 പ്രധാന വഴികളിലൂടെ സുരക്ഷിതമാക്കുന്നതിനും അവയുടെ വിവിധ വശങ്ങളുടെ വിശകലനത്തിനും ഇത് വളരെ പ്രധാനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുഗ്രാമിലെ മനേസറിലെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഗാരിസണിൽ NIDMS വെർച്വലായി ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു ഷായുടെ പ്രസ്താവന. ഇന്ത്യയുടെ കൗണ്ടർ IEDയും ആഭ്യന്തര സുരക്ഷാ ഘടനയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ, NSG ഡയറക്ടർ ജനറൽ, കേന്ദ്ര സായുധ പോലീസ് സേനകളുടെ ഡയറക്ടർ ജനറൽമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് ഡയറക്ടർ ജനറൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. NSG വികസിപ്പിച്ചെടുത്ത് NIDMS ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസുകളുമായി ബന്ധപ്പെട്ട ഡാറ്റയുടെ വ്യവസ്ഥാപിത ശേഖരണം, പ്രചരണം എന്നിവ പ്രാപ്തമാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള സുരക്ഷിതവും ദേശീയ തലത്തിലുള്ളതുമായ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. രാജ്യത്ത് നടക്കുന്ന എല്ലാത്തരം തീവ്രവാദ സംഭവങ്ങളും അന്വേഷണത്തിനും അവയുടെ വിവിധ വശങ്ങളുടെ വിശകലനത്തിനും വരും ദിവസങ്ങളിൽ NIDMS വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തെളിയിക്കപ്പെടും. കൂടാതെ ഭീകരതയ്ക്കെതിരായ അടുത്ത തലമുറ സുരക്ഷാ കവചമായി NIDMS മാറുമെന്നും അമിത്ഷാ പ്രസംഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയം വിവിധ തരം ഡാറ്റകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇതുവരെ അവ പരസ്പരം വേർപിരിഞ്ഞ നിലയിലായിരുന്നുവെന്നും മന്ത്രി പരാമർശിച്ചു. ഇപ്പോൾ ഈ ഡാറ്റാ സ്രോതസ്സുകളെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും അവയുടെ വിശകലനത്തിനായി ഒരു നൂതന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതുമായുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിവരികയാണ്. സമാരംഭം ഈ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുകയും രാജ്യത്തെ തീവ്രവാദത്തിൽ നിന്ന് സുരക്ഷിതമാക്കുന്നതിനൊരു പ്രധാന നാഴികക്കല്ലായി മാറുകയും ചെയ്യുമെന്നും BJP നേതാവ് പറഞ്ഞു. ഇന്ന് NIDMS ആരംഭിക്കുന്നതോടെ ദേശീയ അന്വേഷണ ഏജൻസി, രാജ്യത്തുടനീളമുള്ള തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകൾ, സംസ്ഥാന പോലീസ് സേനകൾ, എല്ലാ കേന്ദ്ര സായുധ പോലീസ് സേനകൾ എന്നിവയ്ക്കും ഒരു ദ്വിമുഖ സമഗ്ര സംയോജിത ഓൺലൈൻ ഡാറ്റ പ്ലാറ്റ്ഫോം ലഭ്യമാക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. ഏത് സ്ഥലത്തും സംഭവിക്കുന്ന സ്ഫോടനത്തിന്റെയോ IED സംഭവത്തിന്റെയോ ഡാറ്റ ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഡാറ്റ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും അന്വേഷണങ്ങൾ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നേടാൻ കഴിയുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിലും സ്ഫോടനങ്ങളിലെ പ്രവണതകൾ മനസ്സിലാക്കുന്നതിലും അവയ്ക്കെതിരെ ഫലപ്രദമായ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിലും NIDMS വളരെ പ്രധാനമാണെന്ന് തെളിയിക്കപ്പെടും. 1999 മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ബോംബ് സ്ഫോടനങ്ങളുടെയും വിവരങ്ങൾ NSGയിൽ ലഭ്യമായ ഡാറ്റാബേസിൽ അടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. NIDMS വഴി ഈ ഡാറ്റ ഇപ്പോൾ രാജ്യത്തുടനീളമുള്ള പോലീസ് സേനകൾക്കും പ്രസക്തമായ ഏജൻസികൾക്കും ലഭ്യമാകും. രാജ്യത്ത് ഇതുവരെ നടന്നിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങളുടെ രീതികൾ, പ്രവർത്തന രീതി ഉപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ എന്നിവ കൃത്യമായ വിശകലനം ചെയ്യുന്നതിനുള്ള ശക്തമായ ഒരു വേദിയായി NIDMS മാറുമെന്നും അമിത്ഷാ പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.